രാഷ്ട്രീയ സംഘർഷങ്ങളുടെയും അതിലേറെ ഹൃദയബന്ധങ്ങളുടെയും നഗരമായ തലശ്ശേരിയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ച് ADGP S. ശ്രീജിത്ത് IPS. നവാസ് മേത്തർ രചിച്ച ആ കാറും 7 മരണവും എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 10 ദിവസം ബോംബെറിഞ്ഞും വെട്ടിയും കുത്തിയും കഴിയുന്നവർ ബാക്കി ദിവസങ്ങളിൽ പരസ്പര ബഹുമാനത്തോടെ പെരുമാറുന്ന വിചിത്രമായ മനുഷ്യത്വമാണ് തലശ്ശേരിയിലെത്തുന്ന ADGP S. ശ്രീജിത്ത് IPS പറഞ്ഞു. അവിടെ ജീവിച്ചവർക്ക് മാത്രമേ ഈ വൈരുദ്ധ്യം മനസ്സിലാകൂ, അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിൽ ബോംബേറിൽ പരിക്കേറ്റ ആദ്യ IPS ഉദ്യോഗസ്ഥനാണ് താനെന്ന് അദ്ദേഹം സ്മരിച്ചു. കേരളത്തിൽ ബോംബാക്രമണം നേരിട്ട് ആദ്യത്തെ IPS ഉദ്യോഗസ്ഥൻ ഞാനാണ്, തലശ്ശേരിയിലാണ്. അത് അദ്ദേഹത്തിന്റെ പ്രതിപാദ്യ വിഷയമായിട്ടുണ്ട് പലപ്പോഴും. നവാസ് മേത്തർ ഈ പുസ്തകം മുഴുവൻ വായിക്കാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. പക്ഷെ എന്നാലും വായിച്ചിടത്തോളം അദ്ദേഹം ജീവിതത്തിൽ എങ്ങനെ സംസാരിക്കുന്നത് അതുപോലെ എഴുതി വെച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ്. നല്ലൊരു കഥാകാരനാണ് പണ്ട് മുതലേ. അങ്ങനെയാണ് നവാസും ഞങ്ങളൊക്കെ അടുക്കുന്നത്. ഷംഷീർ സാറും കടന്നപ്പള്ളി സാറുമായിട്ടൊക്കെ അന്ന് തൊട്ടുള്ള ബന്ധമാണ്. അന്ന് പുറത്തിറങ്ങി നടക്കുമ്പം അത് എന്താ പറയുക, ഇപ്പോൾ ഞങ്ങളൊക്കെ വളരെ പ്രത്യേകമായിട്ടുള്ള ഔദ്യോഗിക സ്ഥാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനൊക്കെ അപ്പുറത്തുള്ളൊരു നേരൊഴുക്ക് ഈ തലശ്ശേരിക്കാരുമായിട്ട്, പ്രത്യേകിച്ച് തലശ്ശേരി ജീവിച്ച് മരിച്ച ആൾക്കാരോടും നമുക്കുണ്ട്. അന്ന് പരിക്കേറ്റ തന്നെ വാരിയെടുത്ത അനിൽ എന്ന പോലീസുകാരൻ സദസ്സിൽ സന്നിഹിതനായത് ചടങ്ങിനെ വികാരഭരിതമാക്കി. പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിഞ്ഞപ്പോൾ തലശ്ശേരിക്കാർ നൽകിയ സ്നേഹത്തെക്കുറിച്ചും ADGP വാചാലനായി. മട്ടൻ കഴിച്ചു മടുത്തു. 72 കിലോ ഉണ്ടായിരുന്ന താൻ 86 കിലോ ആയി. തലശ്ശേരിയിൽ ജീവിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ തലശ്ശേരിയിൽ എനിക്ക് എന്നോട് ഇത്രയും ആൾക്കാർക്ക് സ്നേഹമുണ്ട്. കാരണം ബാക്കിയെല്ലാം സംഘർഷ മേഖലയായിരുന്നു ഞാൻ ജോലി ചെയ്തിരുന്നപ്പോഴൊക്കെ. കണ്ടിരുന്നെന്ന് പറഞ്ഞാൽ ഞാൻ ആശുപത്രിയിൽ ബോംബാക്രമണമായിട്ട് കടന്നു കഴിഞ്ഞപ്പോൾ കേവലം 72 കിലോ ഉണ്ടായിരുന്നു ഞാൻ 86 കിലോയായി മാറിയത് അവിടെയുള്ള ഉമ്മമാരെ സ്നേഹം കൊണ്ട് മാത്രമാണ്. എല്ലാവരും എനിക്ക് ദിവസവും രാവിലെ ഹോസ്പിറ്റലിലേക്ക് പലതരത്തിലുള്ള മട്ടൺ തിന്ന് അപ്പോൾ ഞാനിത് 72 കിലോ ആയിരുന്നു ഞാൻ. അത് കഴിഞ്ഞ് എൻ്റെ അമ്മ ഇതിൻ്റെ ദോഷം തീർക്കാനാന്ന് പറഞ്ഞ് ഗുരുവായൂർ തുലാഭാരത്തിലൂടെ 86 86 എന്ന് പറഞ്ഞപ്പോൾ വേറെ ആരുടെ വയസ്സ് പറയാമെന്ന് ഞാൻ കരുതിയത്. ഇതിന് മുഴുവൻ കാരണക്കാർ തലശ്ശേരിക്കാരാണ്. ഗുരുവായൂരിൽ തുലാഭാരം നടത്തിയപ്പോഴാണ് ഈ മാറ്റം തിരിച്ചറിഞ്ഞത്. അദ്ദേഹം തമാശ രൂപേണ പറഞ്ഞു. നവാസ് മേത്തറുടെ പുസ്തകത്തിലെ കടിഞ്ഞൂൽ പ്രസവം എന്ന അധ്യായം വായനക്കാരന് നേരിട്ട് കാണുന്ന അനുഭവം നൽകുന്നുവെന്നും വയനയിലുടനീളം എഴുത്തുകാരൻ നമ്മോട് സംസാരിക്കുന്നത് പോലെ തോന്നിയെന്നും ADGP അഭിപ്രായപ്പെട്ടു. തിരുവനന്തപുരം നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ സ്പീക്കർ AN ഷംസീർ പുസ്തക പ്രകാശനം നിർവഹിച്ചു. ADGP S. ശ്രീജിത്ത് പുസ്തകം ഏറ്റുവാങ്ങി. ചടങ്ങിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുത്തു. കേരള വിഷൻ പബ്ലിക്കേഷൻസ് ആണ് പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് നെറ്റ്വർക്ക് ന്യൂസ്.